على الصلاة حي على الصلاة حي على الفلاح حي ഇത് സന്തോഷത്തിൻ്റെ ദിനമാണ്. പല പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നമ്മുടെയൊക്കെ മുന്നിൽ ഉണ്ടെങ്കിലും ഈ ദിവസത്തോടുള്ള ആദരവ് എന്ന നിലയിൽ പരസ്പരം സന്തോഷവും അതുപോലെ തന്നെ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നുള്ള അഭിവാദ്യങ്ങളുമൊക്കെ നമ്മൾ നേരുന്നു. അല്ലാഹു ആദരിച്ച ദിനത്തെ ആദരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. വിശുദ്ധ റമദാൻ നമ്മിൽ നിന്നും കഴിഞ്ഞു. ഇനിയുള്ളത് റമദാൻ കഴിഞ്ഞാലും നമ്മുടെ ബാക്കിയുള്ള ദിനങ്ങൾ എങ്ങനെയാകണം? റമദാനിൽ ചെയ്തതുപോലെ നന്മകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും റമദാൻ കഴിഞ്ഞാലും നന്മകൾ ചെയ്യണം, തിന്മകൾ വെടിയണം. റമദാനിൽ തിന്മകൾ വെടിഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാൻ അല്ലാത്തപ്പോഴും തിന്മകൾ വെടിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അനുസരിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞപ്പോൾ ഫത്തഖുല്ലാഹ മസ്തതഅ്തും എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ സാധ്യമാകും വിധം അല്ലാഹുവിനെ സൂക്ഷിക്കുക. കാരണം പ്രവർത്തനങ്ങൾ, പരിശ്രമങ്ങൾ അത് ഓരോ വ്യക്തിയുടെയും കഴിവിനനുസരിച്ചിരിക്കും. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു വ്യക്തിയോടും അതിൻ്റെ കഴിവിൽപ്പെട്ടതല്ലാതെ അല്ലാഹു തആല നിർബന്ധിക്കുകയില്ല. എന്നാൽ തിന്മകൾ വെടിയാൻ പറഞ്ഞെടുത്ത്, നിഷിദ്ധങ്ങളെ ഒഴിവാക്കാൻ പറഞ്ഞെടുത്ത് അങ്ങനെ ഒരു ഉപാധി അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വഇദാ നഹൈതുകും അൻഹു ഫജ്തനിബു. ഞാൻ നിങ്ങളോട് ഒരു കാര്യം വിലക്കിയാൽ അത് ഒഴിവാക്കുകയാണ് വേണ്ടത്. കാരണം നിഷിദ്ധം പ്രവർത്തിക്കലല്ല, ഒഴിവാക്കലാണ്. ഒഴിവാക്കാൻ അതിപ്രയത്നം ആവശ്യമില്ല, അത് മാറിയാൽ മതി. ഒരു നന്മ ചെയ്യാൻ പ്രയത്നം ആവശ്യമാണ്, നിസ്കരിക്കാൻ പരിശ്രമം ആവശ്യമാണ്. ഒതുവെടുക്കണം, അതിൻ്റെ വക്ത് നമ്മൾ കൃത്യമായി പാലിക്കണം, ഖിബിലയെ മുന്നിടണം, ഔറത്ത് മറയ്ക്കണം. എന്നാലൊരു മനുഷ്യൻ തിന്മകളെ ഒഴിവാക്കാൻ അതിൽ നിന്ന് മാറിയാൽ മതി, വേറെ പരിശ്രമത്തിൻ്റെ ആവശ്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ നിയമം എന്നോണം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. വിശുദ്ധ റമദാൻ കഴിഞ്ഞാലും നമ്മൾ സൗഭാഗ്യത്തിൻ്റെ അടയാളം നിലനിർത്തണം. സൗഭാഗ്യത്തിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ റമദാനിൽ നമുക്ക് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ കഴിഞ്ഞുവെങ്കിൽ റമദാൻ കഴിഞ്ഞാലും നമുക്കതിൽ നന്മയിൽ തുടരുവാൻ കഴിയുന്നുവെങ്കിൽ അത് സൗഭാഗ്യത്തിൻ്റെ അടയാളമാണ്. റമദാൻ കഴിഞ്ഞതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിൽ റമദാനിലെ കർമ്മങ്ങൾ ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് വേണം നമ്മളെ സംശയിക്കാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് റമദാൻ കഴിഞ്ഞാലും നന്മകൾ ബാക്കിയാണ്, അത് നമ്മൾ നിലനിർത്തണം. ഒരു വ്യക്തിയുടെ, ഒരു അടിമയുടെ സൗഭാഗ്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഇദബ്തുലിയ സ്വബർ, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കും. വഇദ ഊതിയ ശകർ, അനുഗ്രഹങ്ങൾ ലഭിച്ചാൽ അല്ലാഹുവിന് നന്ദി കാണിക്കും. വഇദ അദ്നബ ഇസ്തഗ്ഫർ, തിന്മകൾ എങ്ങാനും സംഭവിച്ചു പോയാൽ അതിൽ ഇസ്തിഗ്ഫാർ ചെയ്യും. ഈ മൂന്ന് ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാകണം. ക്ഷമയും നന്ദിയും തെറ്റുകളിൽ പാപമോചനം തേടുന്നവരുമായി നമ്മൾ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവിൽ എല്ലാ വിശ്വാസികളോടും, എല്ലാ ജനതയോടും, എല്ലാ അമ്പിയാക്കളിലൂടെയും അല്ലാഹു നൽകിയ ഒരു പൊതുവായ വസിയത്താണ് തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക. രഹസ്യത്തിലും പരസ്യത്തിലും നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വലഖദ് വസൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അൻ ഇത്തഖുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ വേദക്കാർക്കും നിങ്ങൾക്കും നൽകിയ അല്ലാഹുവിൻ്റെ വസിയത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ്, അൻ ഇത്തഖുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെയും നമ്മുടെ സ്വകാര്യതയിൽ, നമ്മുടെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും ഒക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സത്യസന്ധമായി പാലിക്കുന്ന ആളുകളാണ്.
നമ്മൾ നമ്മളോട് തന്നെ വഞ്ചന നടത്തുന്ന ആളുകളായി മാറാൻ പാടില്ല. നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളാകണം. നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് കുറച്ചാണെങ്കിലും നിലനിർത്തുവാനുള്ള പരിശ്രമം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ, കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയം അത് തുടർച്ചയായി ചെയ്യുന്നതാണ്. വഇൻ ഖൽ, അത് കുറച്ചാണെങ്കിൽ, നമ്മൾ ഖുർആൻ ഓതിയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും അത് നിലനിർത്തുകയാണെങ്കിൽ അള്ളാഹുവിന് അത് പ്രിയമാണ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് റമദാൻ കഴിഞ്ഞാൽ ഒരു അവഗണന നമ്മിലുണ്ടാകരുത്. ഖുർആൻ പാരായണത്തോടൊപ്പം ഖുർആനിൻ്റെ ആശയങ്ങളെ കൂടി പഠിക്കുന്ന ആളുകളായി നമ്മൾ മാറണം. നിത്യേന നമ്മുടെ ജീവിതത്തിൽ ഖുർആനിൻ്റെ ആശയതലങ്ങളെ അറിയുന്ന ആളുകളാകാൻ നമ്മൾ പരിശ്രമിക്കുക. കർമ്മങ്ങളെ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരിക്കലും ഏർപ്പെടരുത്. വിശുദ്ധ റമദാനിൽ ഒരുപടി നന്മകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം നമുക്കുണ്ടാകരുത്. ഒരിക്കലും ബുദ്ധിയുള്ളൊരു വ്യക്തി താൻ കഷ്ടപ്പെട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടിടം, ഒരു വീട്, അത് അയാൾ ഒരിക്കലും നശിപ്പിച്ച് കളയുകയില്ല, തകർത്ത് കളയില്ല. റമദാനിൽ നമ്മൾ കെട്ടിയുണ്ടാക്കിയ കെട്ടിടം, നന്മകളുടെ ഒരു കൊട്ടാരം, റമദാനിന് ശേഷം തകർക്കുന്ന ആളുകളായി നമ്മൾ മാറിപ്പോകരുത്. ഇനിയൊരു അവസരം റമദാൻ നമുക്ക് ഒരുപക്ഷെ ലഭിക്കണമെന്നില്ല. മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കും, കൊതിക്കും. പക്ഷെ അല്ലാഹു തആല അങ്ങനെ ഒരു അവസരം വെച്ചിട്ടില്ല. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ, അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തിക്കഴിഞ്ഞാൽ അവൻ വിളിച്ച് കേഴുമെന്നാണ്, റബ്ബി ഇർജിഊൻ, എൻ്റെ റബ്ബേ എന്നെ നീ ഒന്ന് മടക്കിത്തരണം. പക്ഷെ അവൻ മടക്കപ്പെടുന്നതല്ല. അല്ലാഹു തആല പറഞ്ഞു, അവൻ പറയും ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയതായ കർമ്മങ്ങൾ ഞാൻ ഇനി ചെയ്തോളാം, എന്നെ ഭൂമിയിലേക്ക് ഒന്നുകൂടെ നീ മടക്കി അയക്കണം, ഞാൻ ഒഴിവാക്കിയതൊക്കെ പരിഹരിച്ച് നല്ലൊരു അടിമയായി നിനക്ക് വഴിപ്പെട്ട് ജീവിച്ചു കൊള്ളാം എന്ന് പറയും. പക്ഷെ അങ്ങനെ ഒരു അവസരം അല്ലാഹു തആല വെച്ചിട്ടില്ല. ഖാല കല്ല ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും വാക്കാണ്. മനുഷ്യൻ ദുനിയാവിലേക്ക് തിരിച്ചു മടങ്ങിയാലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വിസ്മരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ അവസരം അതിവിടെ കഴിയുക. ദുനിയാവ് എന്ന അവസരം നമ്മിൽ നിന്നും തീർന്നു പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തെ സദാ നമ്മൾ പ്രതീക്ഷിക്കുക. യുവാക്കൾ, യുവത്വം അത് കർമ്മനിരതമാക്കുക. വാർദ്ധക്യമെത്തിയവർ ചിന്തിക്കുക, നമ്മൾ മരണം കൊണ്ട്, ആയുസ് കൊണ്ട് മരണത്തിലേക്ക് അടുത്തിരിക്കുന്നു, പ്രായം കൊണ്ട് മൗത്തിലേക്ക് അടുത്തിരിക്കുന്നു. നമ്മുടെ മുൻഗാമികൾ വാർദ്ധക്യമെത്തിയാൽ, പ്രായാധിക്യം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. കാരണം അവർ അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ദിക്ർ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട്, ദാനധർമ്മങ്ങൾ കൊണ്ട്, പള്ളിയുമായുള്ള ആത്മബന്ധം കൊണ്ട് അവർ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കും. കാരണം തങ്ങളുടെ രക്ഷിതാവിനെ, റബ്ബിനെ അവർ കണ്ടുമുട്ടാൻ സമയമായിരിക്കുന്നു എന്ന ബോധമാണ്. അപ്പോൾ വാർദ്ധക്യമെത്തിയവർ അതുകൂടി ചിന്തിക്കുക. കുടുംബം അത് ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഹക്കുകൾ നിർവഹിക്കുക. ഭർത്താക്കന്മാർ ഭാര്യമാരോട് അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ വഅശിറുഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നിങ്ങൾ നല്ല രൂപത്തിൽ പെരുമാറുക, ഇടപെടുക. അതുപോലെ തന്നെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടും ഹക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. സന്താന പരിപാലനം, മക്കൾക്ക് കൊടുക്കേണ്ട തർബിയത്ത് നമ്മൾ കൃത്യമായി നടത്തുക, നിർവഹിക്കുക. രാത്രി നിസ്കാരം നമ്മൾ തറാവീഹ് നിസ്കരിച്ചു. റമദാൻ കഴിഞ്ഞാലും രാത്രി നിസ്കാരം എന്ന സുന്നത്ത് നമുക്ക് ബാക്കിയാണ്. കഴിയുമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ വിത്തറെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വിത്തർ ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ പൂർണ്ണത 3 റക്അത്താണ്. ഇനി ഒരു റക്അത്ത് നിസ്കരിച്ചാലും നമുക്ക് വിത്തറുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. രാത്രി നിസ്കാരത്തിൽ എന്തെങ്കിലും അതിൻ്റെ സമയം നമ്മൾ ഇശാ നിസ്കാരം നിർവഹിച്ച് ഇശാവിൻ്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, അല്ലെങ്കിൽ ഇശാ നിസ്കരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിത്തറിൻ്റെ സമയമാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണോ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയി നമുക്ക് നിസ്കരിക്കാം. അപ്പോൾ അത് വിത്തർ നമ്മളെ ശീലമാക്കുക. ഇനി ഉറങ്ങിയാൽ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്തോ തഹജ്ജുദായൊന്നും എണീക്കാൻ കഴിയില്ലെങ്കിൽ വിത്തർ നിസ്കരിച്ചിട്ട് കിടക്കുന്ന രൂപമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ശീലിക്കണം. ബറക്കത്തുള്ള ഒരു നിസ്കാരമാണ്. ഇന്ന നാശിഅത ലൈലിഹി അശദ്ദു വത്അൻ വഅഖ്വ മുഖീല എന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തി. അത് നമ്മൾ നിലനിർത്തുക, കുടുംബബന്ധം ചേർക്കുക. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാൻ പ്രധാനപ്പെട്ട ഫർദായ നോമ്പ് കഴിഞ്ഞു. എന്നാൽ ഇനിയും സുന്നത്ത് നോമ്പുകൾ ബാക്കിയാണ്.
നോമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളതാണ്. അതിൻ്റെ പ്രതിഫലം വമ്പിച്ചതാണ്. നമ്മൾ സുന്നത്ത് നോമ്പുകൾ കൂടി എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ ശവ്വാലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ശവ്വാലിൽ 6 നോമ്പെടുത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മൻ സ്വാമ റമദാൻ ثم أتبعه ستا من شوال, അല്ലെങ്കിൽ റമദാനിൽ നോമ്പെടുത്തിട്ട് ശേഷം ശവ്വാലിൽ നിന്ന് 6 നോമ്പ് അനുഷ്ഠിക്കുന്ന പക്ഷം കാന കസിയാമിദ്ദഹർ, അത് കാലം മുഴുക്കെ നോമ്പെടുത്തതുപോലെയാണ്. നമുക്കറിയാം. അപ്പോൾ ശവ്വാലിലെ 6 നോമ്പ് നമ്മൾ ഈ ഒരു മാസത്തിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരു നന്മയ്ക്ക് 10 ഇരട്ടിയാണ് പ്രതിഫലം. റമദാനിൽ നമ്മൾ 30 നോമ്പെടുക്കുമ്പോൾ ശവ്വാലിലെ 6 നോമ്പ് പിടിച്ച് നിൽക്കുമ്പോൾ അത് 36, അതിൻ്റെ 10 ഇരട്ടി 360, ഒരു വർഷം 360 ദിവസമാണ്. അങ്ങനെ നോമ്പെടുക്കുന്ന മനുഷ്യൻ കാലൊക്കെ സിയാമിദ്ദ, കാലം മുഴുക്കെ നോമ്പെടുത്തവനെ പോലെയാണ്. ഇനി റമദാനിൽ ഒരു മാസം 30 എന്നത് ചുരുങ്ങി 29 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് അത് 30 പ്രതിഫലം എന്നാണ്. അള്ളാഹുവിൻ്റെ ഫളല് ഔദാര്യം വിശാലമാണ്. ചിലർക്കൊക്കെ തോന്നി നോമ്പ് ഒന്നുകൂടെ നഷ്ടപ്പെട്ടാൽ നമുക്ക് 29 കിട്ടിയുള്ളൂ, അങ്ങനെ ചിലർ ആശങ്കപ്പെടാറുണ്ട്. എന്നാൽ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത് മാസം ചുരുങ്ങിയാലും അവർക്ക് 30 പ്രതിഫലമാണ്, 30 നോമ്പിൻ്റെ അജറുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ 6 നോമ്പ് കൂടി ശവ്വാലിൽ നമ്മൾ എടുത്താൽ കാലം മുഴുക്കെ നോമ്പെടുത്തത് പോലെയായി. എത്രയും വേഗം എടുത്താൽ നമ്മുടെ ശവ്വാൽ നഷ്ടപ്പെടും. പിന്നെ നമ്മൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മടി പിടിപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ നേരത്തെ പിടിക്കലാണ് നല്ലത്. അല്ലെങ്കിൽ ശവ്വാലിൽ എപ്പോൾ പിടിച്ചാലും നമുക്ക് പ്രശ്നമില്ല. ശവ്വാൽ മാസത്തിൽ കിട്ടണമെന്നേ ഉള്ളൂ. 6 നോമ്പ് ശവ്വാലിൽ തന്നെ കിട്ടണം എന്നേ ഉള്ളൂ. അത് തുടർച്ചയായി എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ശവ്വാൽ ഇനിയിപ്പോൾ ഇടവിട്ട ദിവസങ്ങളിൽ 6 നോമ്പ് പൂർത്തീകരിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, ശവ്വാൽ മാസത്തിൽ ഒരു 6 നോമ്പ് കൂടി അയാൾ തുടർത്തിയാൽ ശവ്വാലിൽ 6 നോമ്പ് കിട്ടണം എന്നതാണ് മുഖ്യം. അത് നമ്മൾ ശ്രദ്ധിക്കുക. 6 നോമ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിഫലം ഇൻഷാ അല്ലാഹു തആല നമുക്ക് കിട്ടും. മറ്റൊന്ന് ദാനധർമ്മങ്ങൾ നമ്മൾ തുടർത്തുക. പ്രത്യേകിച്ച് സ്ത്രീകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ദിനത്തിൽ പറഞ്ഞതാണ് തസദ്ദഖ്ന ഫഇന്ന കുന്ന അക്സറു ഹതബി ജഹന്നം. സ്ത്രീ സമൂഹത്തോട് അഥവാ റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈദ് പ്രഭാഷണം ആളുകൾക്ക് എത്താത്തത് കൊണ്ട് പിന്നെ നേരെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് അവർക്കായിട്ട് ഒരു സ്പെഷ്യൽ ഉപദേശം കൊടുത്ത് എന്ന ഹദീസുകളെല്ലാം അതിൽ പറഞ്ഞതാണ് തസദ്ദഖ്ന, സ്ത്രീകളെ നിങ്ങൾ ദാനധർമ്മം വർദ്ധിപ്പിക്കും. ഫഇന്ന കുന്ന അക്സറു ഹതബി ജഹന്നം, കാരണം നിങ്ങൾ നരകത്തിൽ അധികമാണ്, നരകത്തിൻ്റെ അഗ്നിയിൽ ഇന്ധനമാക്കപ്പെടുന്നവരിൽ അധികം നിങ്ങളായി കാണുന്നു. അവരുടെ സദസ്സിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, ഒരു ഹൃദയ സ്ത്രീ എണീറ്റ് ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് അങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫിർന ലഅൻ വതക്ഫുർന അൽഅശീർ, നിങ്ങൾ ശാപവാക്കുകൾ, ശകാരവാക്കുകൾ വർദ്ധിപ്പിക്കുന്നു, നിങ്ങളുടെ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നു. ഈ 2 കാരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞപ്പോൾ ദാനധർമ്മം ഇത്തരം തിന്മകൾക്കുള്ള ഒരു കഫാറത്തായി മാറിയിരിക്കാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനമായി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് യുദ്ധ സാഹചര്യം കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ, അത് യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല ബാധിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. പ്രവാസ ലോകം എന്നുള്ളത് നമ്മുടെ നാടിനെ പച്ചപിടിപ്പിച്ച ധനമാണ്. അറബികളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് അറബികളുടെ മാത്രമല്ല, ശരിക്കും അത് മുസ്ലിം ഉമ്മത്തിൻ്റെ സമ്പത്താണ്. അവരുടെ കയ്യിലുള്ളതും അറബികളുടെ കയ്യിലുള്ള ധനം എന്ന് പറഞ്ഞാൽ ലോക മുസ്ലിങ്ങളുടെ തന്നെ അഭിവൃദ്ധിയുടെയും നിലനിൽപ്പിൻ്റെയും സമ്പത്താണ്. പ്രത്യേകിച്ച് 2 ഹറമുകൾ നിലകൊള്ളുന്ന രാജ്യം, വിശുദ്ധ കഅബയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദുൽ നബവിയും നിലകൊള്ളുന്ന നാട് സൗദി അറേബ്യ പോലെ ഒക്കെ ഇസ്ലാമിക പ്രാധാന്യമുള്ള ചരിത്രത്തിൻ്റെ മണ്ണുകൾ. അത് അൽഹംദുലില്ലാഹ് 2 ഹറമുകൾ നന്നായി സംരക്ഷിക്കപ്പെട്ടു പോരുകയാണ്. അപ്പോൾ അത് നിലനിൽക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ഉണ്ടാകണം. ഒരുപാട് ആളുകൾക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. എന്തായാലും ഒരുപാട് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. അല്ലാഹുവിനെ തവക്കുലാക്കി നമുക്ക് ദുആയോടുകൂടി മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുട്ടിൻ്റെ ശക്തികളെ, യുദ്ധം കൊണ്ട് നാശം കൊതിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കുമാറാകട്ടെ. അവരുടെ തന്ത്രങ്ങളെ അല്ലാഹു അവർക്ക് തന്നെ വിനിയാക്കുകയും സാമ്രാജ്യത്തെ അല്ലാഹു തആല തകർത്ത് അത് ഉന്മൂലനം ചെയ്യുമാറാകട്ടെ. അത് തന്നെയാണ് ചരിത്രം. അല്ലാഹു തആല അവരാണ് പരമാധികാരി. പരമാധികാരത്തിലേക്ക് ദുനിയാവിൽ ആരെങ്കിലും എത്തിയാൽ അവരെ താഴേക്കിടുക എന്നുള്ളത് അല്ലാഹുവിൻ്റെ സുന്നത്താണ്. അത് ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്, അത് നടക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിം നാടുകൾക്കും ഭരണാധികാരികൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പും വിജയവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ.
ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ അള്ളാഹു അവരിലേക്ക് തിരിച്ചു വിടട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു രോഗക്ഷമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.